2025 ആയി. ഇനിയും ദുബായ് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? കാരണം 2020 തൊട്ട് 4 ഇയേഴ്സ് വളരെ നല്ല രീതിയിലാണ് മാർക്കറ്റ് പെർഫോം ചെയ്തത്. ഇനിയൊരു ഡൗൺഫാൾ ഉണ്ടാവില്ല എന്ന് ഒരുപാട് പേർക്ക് സംശയമുണ്ട്. അതുവഴി കുറേ ആളുകൾ ഇനി ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഡൗട്ട് അടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്. മെയിനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോ പൊളിറ്റിക്കൽ സിനാരിയോ എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ്. ജിയോ പൊളിറ്റിക്കൽ സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷന്, അതുപോലെ തന്നെ ക്ലൈമറ്റ്, റോ മെറ്റീരിയൽ, ഇതെല്ലാം നമ്മുടെ ഫോറിൻ ആൻഡ് എക്കണോമിക് മിലിറ്ററി സ്ട്രാറ്റജി ആൻഡ് പോളിസീസിൽ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ്. ഇതിൻ്റെ അഫക്ഷൻ എങ്ങനെയാണ് കറക്റ്റായിട്ട് വരുന്നത് എന്നുള്ളത് നമ്മൾ D33 എക്കണോമിക് അജണ്ടയും അതുപോലെ തന്നെ 2040 അർബൻ മാസ്റ്റർ പ്ലാനും കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇനിയും ഇപ്പോൾ വന്ന 4 വർഷമല്ല ദുബായിയുടെ റിയൽ എസ്റ്റേറ്റ് ബൂം, ഇനി വരാൻ പോകുന്നതാണ്. ജസ്റ്റ് നമുക്ക് ഒരു പോയിന്റ് എടുക്കാം, പോപ്പുലേഷൻ ഇൻക്രീസ് എന്നുള്ളത്. ഇപ്പം നിലവിലുള്ളത് 3.3 മില്യൺ ആണ്, അത് 5.8 ഉയർത്തുന്നു എന്നുള്ളതാണ്. സോ 2.5 മില്യൻ്റെ ഇൻക്രീസ് ആണ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓൾ ടുഗദർ ഇയർലി ആവറേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 250,000 ഇയർലി നമുക്ക് ഇവിടേക്ക് പുതിയ ആളുകൾ വരാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. 5.3 ആണ് ആവറേജ് ഫാമിലി സൈസ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ 250,000 ആളുകൾ വരുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 50,000 യൂണിറ്റ്സ് ഇയർലി നമുക്ക് ഡെലിവറി ആവേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിലുള്ള ഒരു കണക്ക് പ്രകാരം 25,000 to 30,000 മാത്രമാണ് ഡെലിവറി ആവുന്നത്. സോ നിങ്ങൾ ഇത് നോക്കിയാൽ തന്നെ കാണാം, അർബൻ മാസ്റ്റർ പ്ലാന് ഇത്രയും 2040 വരെയാണ് നമ്മളുടെ ആ ഒരു പ്ലാൻ വരുന്നത്. ഈ ഒരു 15 ഇയേഴ്സിന് ദുബായ് എന്ന് പറയുന്നത് ഒരു സേഫസ്റ്റ് കൺട്രിയാണ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്.